ബെസ്റ്റ് ഫ്രണ്ട് തൃശ്ശയുടെ സ്വന്തം ചേട്ടനല്ല, കസിൻ ചേട്ടൻ്റെ കല്യാണമാണ് നാളെ. സോ നമ്മുടെ ഒരു ചെറിയ ഡാൻസ് തലേ ദിവസം, അതായത് ബ്ലൂ മൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തസ്നിയുടെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളാണിത്. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതെൻ്റെ അമ്മ തന്നെ തയ്ച്ചതാണ്. നമ്മൾ ഡിസൈൻ പറഞ്ഞു കൊടുക്കും, സുധ തയ്ക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതികൾ. എനിക്കെന്തോ ഇങ്ങനെ ഹെയർ കെട്ടുന്ന ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്ലീനായിട്ട് ഫീൽ ചെയ്യും. തസ്നിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തിന്നാൻ നിറയെ തരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു ചായയിൽ ഒതുക്കി നേരെ പോയി. കാര്യം വയറധികം നിറയ്ക്കണ്ടല്ലോ, ചെല്ലുമ്പോൾ കഴിക്കാമല്ലോ. ബസ് കയറിയപ്പോൾ ഞാൻ ആനയെ കണ്ട. ആ ആനയുടെ ഫോട്ടോ എടുക്കാൻ ആ പുള്ളി സമ്മതിച്ചില്ല, അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നേരെ കലൂർ എത്തിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ നേരെ തസ്നിയുടെ കടയിലേക്കാണ് പോയത്. ഓൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അവരുടെ കടയിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ചെരുപ്പായാലും ബാഗായാലും അതേപോലെ. കാണിക്കാതെ ഒരു ദിവസം പോവാറില്ല. ലൈക്ക് ഇവിടെ ഒരുപാട് ക്യൂട്ട് കുപ്പികളുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ കലൂർ വന്നു കഴിഞ്ഞാൽ, കലൂർ നമ്മുടെ ഇങ്ങനെ ഈ റോഡാണ്. ലൈക്ക് അങ്ങോട്ട് പോകുന്നതാണ് കലൂർ, ഇങ്ങോട്ട് പോകുന്ന പോണേക്കര. അങ്ങനെ ആ റോഡ് ടൗണിൽ ചെന്ന് കയറുമെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ഒരു കടയിൽ അത്യാവശ്യം നല്ല വളരെയധികം കളക്ഷൻസ്. ഫ്രണ്ടിൻ്റെ കടയാണ്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഈ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കിതിൻ്റെ അളവില്ലാതെ പോയി. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ കുഞ്ഞു പിള്ളേരുടെയും ഒരുപാട് നല്ല എന്തെങ്കിലും ക്യൂട്ട് ചെരുപ്പുകളുണ്ട്. സാധാരണ ഞാനൊരു തവണ എടുത്തത് ഇവിടെ നിന്നായിരുന്നു. എൻ്റെ സൈസ് കിട്ടാനിട്ട് ഇതിൻ്റെ ഒരു ബ്ലൂ ആണെന്ന് തോന്നുന്നു. ഇത് തന്നെ ഇതിൻ്റെ ഈ കളറ് അത് ഞാൻ എടുത്തായിരുന്നു ഇവിടുന്ന്. കുഞ്ഞു പിള്ളേരെ ഒരുപാട് ചെരുപ്പുകളും ഒക്കെ അവൈലബിളാണ്. എൻ്റെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേബി ഗേൾസിനൊക്കെ ഇടാൻ പറ്റും. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. അങ്ങനെ ഈ ഇരിക്കുന്ന ബാഗുകളിൽ ഒരെണ്ണം ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് വാങ്ങിയതും ഇവിടെ നിന്ന് തന്നെയാണ്. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ ബാഗ്. ഞാനിവിടെ ഒരു ബ്ലൂ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കാണുന്നില്ല. എന്തായാലും എനിക്ക് സാലറി കിട്ടിക്കഴിയുമ്പോഴത്തേനും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമ്മളെ വിളിക്കാനെത്തി. ഞാൻ എന്ത് വാങ്ങിയാലും അതേപോലെ ഞാനിനി ഞാനിനി ഒരു ബോംബ് വാങ്ങിച്ചാലും അതും അതേപോലെ തന്നെ ഓർഡർ ചെയ്ത് വരുത്തുന്ന ഒരാളാണ് ദേവിക്കുന്നത്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് നല്ല പരിചയമുണ്ടോ? ഇല്ല. സെയിം ശരിക്കും ആമസോൺ കൊടുത്തില്ല. സാധനം മേടിക്കുന്നതിന് മുന്നേ ഞാൻ ഇത് മുഴുവൻ എൻ്റെ. ഇത് മുഴുവൻ ഈ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ. ഇതെന്താണ് ചെയ്തിട്ടെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ എന്ത് വാങ്ങിച്ചാലും അത് അപ്പാടെ കോപ്പി അടിക്കുന്ന ഒരാളുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ സുന്ദരിയെ പോലെ ഒരു സുന്ദരി ഇവിടെയും വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കളിക്കുന്ന തൃശ്ശയുടെ ചേട്ടൻ്റെ കല്യാണത്തിന് നമ്മൾ കളിക്കുന്ന പാട്ടാണ് ഫസ്റ്റ്. നാളെ ബ്ലൂ മൂൺ ഇടാൻ പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇല്ല, കണ്ടിട്ടില്ല. ചെയ്ത് കൊടുക്കാൻ ഗൈസ്. ഈ കുട്ടിക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. നോ ഇന്നലെ ഫിറ്റ് ചെയ്തിട്ട് ഭയങ്കര ബോറായിട്ടാണ് ഫിറ്റ് ചെയ്തിട്ട്. ഇതൊക്കെ ഒരു കഴിവാണ് ശരിക്കും പറഞ്ഞാൽ. ആൾക്കാർ തെറ്റിത്തിരിഞ്ഞിട്ട് സോഡയൊക്കെ പൊട്ടിക്കുന്നത് കണ്ടില്ലേ ഗൈസ്. നമ്മൾ കുറച്ചുകൂടെയൊക്കെ നമ്മൾ നല്ലപോലെ ഇത് തിരിക്കാം. ബാക്കിയുള്ള സാധനം പോടോ, അതും അതും രണ്ടും ഒരേപോലെ തന്നെ. താൻ ഏതാണ് കണ്ടോ? ഇതിങ്ങനെ പക്കയായിട്ട് ചെയ്യുന്നതാണല്ലോ. കറക്റ്റ് ആംഗിളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഇത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആണോ ഇരിക്കുന്നതെന്ന് അറിയാൻ സെൻറ്ററിൽ വരും അപ്പോൾ. വീടൊക്കെ പണിയുമ്പോഴത്തേനും അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കട്ടെ. ഈ വീടൊക്കെ പണിയുമ്പോഴത്തേനുമേ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു സാധനം വാങ്ങിക്കാൻ മറക്കണ്ട. ബിക്കോസ് ഇത് അടിപൊളിയാണ്. അവിടെ പോടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു സംഭവം കണ്ടില്ലേ? ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ ഈ ഒരു വെള്ളം നടുക്ക് വരില്ല. ബോൾ നടുക്കെത്തുമ്പോൾ സ്ട്രെയിറ്റ് ആണെന്നാണ് അർത്ഥം. ഇത്രയും സൂപ്പർബായിട്ടുള്ളൊരു ട്രൈപോഡ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല, ഫ്ലിപ്കാർട്ടിൽ ആമസോണും അല്ലാണ്ട്. എങ്ങനെയുണ്ട്?
കഥ പറഞ്ഞാൽ ഡാൻസ് ഒരു വഴിക്കും എത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നേരെ എണ്ണീറ്റു. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്മൾ ഏത് ഡാൻസിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് നിങ്ങളെ കാണിക്കണമെന്ന്. പക്ഷേ ഇവർ പെട്ടെന്ന് കോപ്പിറൈറ്റ് നമ്മൾ അടിച്ച് കയ്യിൽ തരുന്നതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് വേറൊരു സ്റ്റെപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമായിരുന്നു. നമ്മൾ 3 പാട്ട് എടുത്തിട്ടുള്ളൂ. കാര്യം നമുക്ക് നാളെയാണ് എൻഗേജ്മെൻറ്റ്, ലൈക്ക് കല്യാണത്തിൻ്റെ തലേദിവസം. കല്യാണത്തിൽ എന്തെങ്കിലും പരിപാടികൾ വന്നു കഴിഞ്ഞാണല്ലോ, എനിക്ക് കല്യാണം കണ്ടാലേ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കല്യാണം കഴിക്കാം, അങ്ങനെ പെട്ടെന്ന് കോഴ്സ് കഴിഞ്ഞ് പെട്ടെന്ന് സെറ്റിലായി പെട്ടെന്ന് കല്യാണം കഴിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. അല്ലാതെ കോഴ്സൊന്നും കഴിയാണ്ട് കല്യാണം കഴിക്കാൻ എനിക്കൊന്നും ഇഷ്ടമല്ല. കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് സെറ്റിലായി ഫിനാൻഷ്യലി നല്ല വെൽബീങ് ആയതിനു ശേഷം കല്യാണം കഴിക്കണം. നിങ്ങളുടെ ഗ്യാങ്ങിൽ എപ്പോഴും കല്യാണത്തിൻ്റെ കാര്യം പറയുന്നത് ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യും. ആൻഡ് ഈ നൈക്കയുടെ ഈ ഒരു നെയിൽ പോളിഷ് ഞാൻ തസ്നയുടെ കടയിൽ നിന്ന് വാങ്ങിയത്. പക്ഷെ എനിക്കിത് ചേരുന്നില്ല. അപ്പം ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ ഒരു നെയിൽ പോളിഷ് നമുക്ക് മാറ്റിയെടുക്കണം. സോ യെസ്. വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഈ സെൽഫ് ഒബ്സഷൻ ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് ഏകദേശം കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകാൻ പോവാണ്. എനിക്ക് അമ്മയുടെ കടയിലൊന്ന് കയറണം. ബിക്കോസ് നാളത്തെ ബ്ലൂ മൂൺ ഇടാനുള്ളൊരു തുണി എനിക്ക് വാങ്ങിക്കണം അവിടെ നിന്ന്. സോ അതിനുവേണ്ടി അമ്മയുടെ കടയിൽ ഇറങ്ങും. അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗെന്ന് തോന്നുന്നു. കടയിൽ ചെന്നിട്ടുള്ള വ്ളോഗ് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. സോ ദാറ്റ്സ് ഓൾ. വേറെ ഒന്നുമില്ല. എവിടെ വരെ ഡാൻസ് ഈ വ്ളോഗ് ചെറുതാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളത്തെ വ്ളോഗും കൂടെ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യും. തസ്നയെ കണ്ട ബേബി റെസിഡൻസ് കൊച്ചി പഴയ കൊച്ചല്ല, അതിലും വലിയ കൊച്ചിയല്ല, ഇത് എറണാകുളമാണ്. അത് നമ്മുടെ ക്യൂട്ട് ഉമ്മയാണ്. പിന്നെ നമ്മൾ നെയിൽ പോളിഷ് മാറാൻ വേണ്ടിയിട്ട് തസ്നയുടെ കടയിലെത്തി നെയിൽ പോളിഷ് മാറി. അത് നമ്മൾ നാളെ കാണിക്കാം. തസ്നി എന്നെ കലൂർ സ്റ്റാൻഡ് വരെ ആക്കിയായിരുന്നു. സ്കൂട്ടറിലായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. വേറൊന്നുമല്ല, ആൾ നല്ല രീതിക്ക് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായി. പക്ഷെ നല്ല പോലെ മാറിയിട്ടുണ്ട്. നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് കോൺഫിഡൻ്റ് ആണ്. നെക്സ്റ്റ് ടൈം നമ്മൾ പോകുമ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കും തസ്നയുടെ കൂടെ പോകുന്നത്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേനെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല മഴക്കോളായിരുന്നു. ഞാൻ ഏകദേശം അമ്മയുടെ കട എത്താറായപ്പോഴത്തേനും ഐ തിങ്ക് മഴ പെയ്തു. അത്രയ്ക്ക് ഇരുണ്ട് മൂടാപ്പായിട്ടിരിക്കുകയായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പ്രത്യേക ഒരു റിയലൈസേഷൻ വരത്തില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് വരും കേട്ടോ. പ്രത്യേകിച്ച് ക്ലൈമറ്റിൻ്റെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ആ കാര്യത്തിന്. ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിലിങ്ങനെ ഫാൻ ഉള്ളത് കാണുന്നത്. നല്ല ഉറക്കം വന്നിരുന്നു, നല്ല മഴയത്ത് ഫാനൊക്കെ കൊണ്ട് ഇങ്ങനെ സുഖിച്ചിരുന്ന് പോകാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നേരത്തെ കടയിലെത്തി. സോ കടയിലിങ്ങനെ ബ്ലൂ മൂൺ ആയതുകൊണ്ട് ബ്ലൂ ഡ്രസ്സ് ഇങ്ങനെ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കണേ ഞാൻ. അമ്മയ്ക്കാണെങ്കിൽ 1-2 അമ്മ എനിക്ക് കാണിച്ചെന്നെങ്കിലും നമ്മൾ ഫിക്സ് ചെയ്ത് ഇതിലേതോ ഒരെണ്ണമാണ്. ഏതാണെന്നറിയാൻ നെക്സ്റ്റ് വ്ളോഗ് കണ്ടാൽ മതി. അപ്പം നേരത്തെ വീട്ടിലേക്ക് എത്തി നമുക്ക് നേരത്തെ കിടന്നുറങ്ങാം. കാര്യം നാളെ താമസിച്ചെഴുന്നേക്കാനുള്ളതാണ്. അപ്പോൾ ടാറ്റ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ടാറ്റ.